പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ഹർത്താലായി മാറി. പണിമുടക്കിൽ വലഞ്ഞ ജനം. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി. കെഎസ്ആർടിസിയിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കി. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ അടിച്ചു തകർത്തു. പടിഞ്ഞാറേനടയിലെ വസ്ത്ര സ്ഥാപനത്തിലെ സാധനങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. പട്ടിക്കാട് സമര അനുകൂലികൾ സൂപ്പർമാർക്കറ്റ് അടപ്പിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം. ഗുരുവായൂർ തൈക്കാട് ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണിശ്ശേരി സ്വദേശി അൻസാറാണ് അറസ്റ്റിലായത്. പാലക്കര ടോൾ പിരിവിനെതിരെ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ടോൾ പിരിവ് നിർത്തലാക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച കെ രാധാകൃഷ്ണൻ എം പി. കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സമയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത്. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ച പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ സ്വദേശിനി ജയശ്രീയാണ് മരിച്ചത്. കാലം ചെയ്ത ഡോക്ടർ മാർ അഫ്രൈം മിത്രാപോലീത്തയുടെ കബറടക്കം നാളെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കബറടക്കം ഉച്ചയ്ക്ക് 1-ന് മാർത്തമറിയം പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിൽ. കബറടക്കം ചടങ്ങുകൾ TCV തത്സമയം സംരക്ഷണം ചെയ്യും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതിയായി. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഏതാനും KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. ടാക്സികൾ നിരത്തിലിറങ്ങിയില്ല. നഗരത്തിലെ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. തുറന്നു പ്രവർത്തിച്ച വ്യാപാര സ്ഥാപനങ്ങൾ ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ അടപ്പിച്ചു. ചിലയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു. തൃശൂർ സിവിൽ സ്റ്റേഷനിലെ 500ഓളം ജീവനക്കാരിൽ 100 പേരാണ് ഇന്ന് ജോലിക്ക് ഹാജരായത്. ജില്ലാ റവന്യൂ വിഭാഗത്തിൽ 1704 ജീവനക്കാരിൽ 153 പേരാണ് ജോലിക്ക് ഹാജരായത്. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികൾ പ്രകടനം നടത്തി. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാക്കും ഡയസ്നോണും ഫലം കണ്ടില്ല. KSRTCയിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കി വലഞ്ഞ യാത്രക്കാർ. പണിമുടക്കിന് സംഘടനകൾ മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടില്ലെന്ന വാദമുയർത്തിയാണ് ദേശീയ പണിമുടക്കാണെങ്കിലും KSRTC സംസ്ഥാനത്ത് സർവീസുകൾ നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ മന്ത്രിയുടെ വാക്കോ സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോണോ മേഖലയിൽ ഫലം കണ്ടില്ല. BMS ഒഴികെയുള്ള എല്ലാ സംഘടനകളും പണിമുടക്കി. ഇതോടെ പൊതുഗതാഗത സംവിധാനം നിശ്ചലമായി. യാത്രക്കാർ ശരിക്കും വലഞ്ഞു. കഴിഞ്ഞ ദിവസമേ യാത്ര ആരംഭിച്ചവരും ദീർഘദൂര യാത്രക്കാരുമാണ് കൂടുതലായും ദുരിതത്തിലായത്. മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചവരും കൂട്ടത്തിലുണ്ടായി. ഒടുവിൽ ഇവർക്ക് ആശ്വാസമായത് പണിമുടക്കിൽ നിന്നും വിട്ടുനിന്ന BMS സംഘടനയിലെ ജീവനക്കാരുടെ സേവന തൽപരതയാണ്. ഇത്തരത്തിൽ തൃശൂരിൽ നിന്ന് ആരംഭിച്ചതും മറ്റ് ജില്ലകളിൽ നിന്നെത്തിയതുമായ സർവീസുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്റ്റേഷനിൽ വന്നുപെട്ടവർക്ക് അനുഗ്രഹമായി. വന്ന വഴിക്ക് തടസ്സങ്ങളൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. ഒരു തടസ്സമില്ല. 2-3 ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുഴപ്പമില്ല. വരുന്നുണ്ട്. സ്ത്രീകളും പ്രായമായവരുമായ പലർക്കും യാത്ര തുടരാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ എറണാകുളത്തുനിന്നായിരുന്നു വന്നത്. ഞാൻ പാലക്കാട്ടിലോട്ട് പോകും. സമരം അറിയായിരുന്നു. പക്ഷെ ഇന്നലത്തെ സാഹചര്യം മൂലം പോകേണ്ടി വന്നു. ബസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചു നേരമായി കാണാൻ. ഏകദേശം 2 മണിക്കൂറിനടുത്തായി. ആ സൈഡിലോട്ട് വന്നിട്ടില്ല. തൃശൂർ ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്തിയ ബസ് സമരാനുകൂലികൾ തടഞ്ഞിരുന്നു. എന്നാൽ പോലീസ് സംരക്ഷണയിൽ തുടർന്നും പല ദീർഘദൂര സർവീസുകളും നടന്നു. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ പേട്ടയിൽ ചുരുക്കം ചില ഓട്ടോറിക്ഷകളും സർവീസ് നടത്തി. ഇതും യാത്രക്കാർക്ക് സഹായകരമായി. രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഹർത്താലിന് സമാനമായി ജില്ലയിൽ മാറിയപ്പോൾ നഗരത്തിലടക്കം വന്നെത്തിയ ദീർഘദൂര യാത്രക്കാർക്കടക്കം KSRTCയുടെ സർവീസുകൾ അനുഗ്രഹമായി മാറി. തൃശൂർ KSRTC ഡിപ്പോയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. തൃശൂർ മേയർ MK വർഗീസിന്റെ വാഹനം CITU പ്രവർത്തകർ തടഞ്ഞു. അങ്കമാലിയിൽ വെച്ചാണ് വാഹനം തടഞ്ഞത്. പിന്നീട് പോലീസ് ഇടപെട്ട് വാഹനം വഴിതിരിച്ചുവിട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ മുതലാളിത്ത നയങ്ങൾ തിരുത്തുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സമരമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ പറഞ്ഞു.
ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 8 മണിക്കൂർ തൊഴിലെന്നത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുതലാളിമാരും അവർക്ക് വേണ്ടി വാദിക്കുന്ന ഗവൺമെന്റും ശ്രമിക്കുകയാണെന്നും MK കണ്ണൻ പറഞ്ഞു. AITUC നേതാവ് M രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായ UP ജോസഫ്, PK ഷാജൻ, MK തങ്കപ്പൻ, മോഹൻദാസ് എടക്കാടൻ, ജെറിൻ ജോൺ, മീര നായർ തുടങ്ങിയവർ സംസാരിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. UDTFന്റെ നേതൃത്വത്തിൽ CMS സ്കൂൾ പരിസരത്ത് നിന്ന് AG's ഓഫീസിലേക്കും പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ തോമസ്, CV കുര്യാക്കോസ്, പ്രസാദ് പുലിക്കോട്ടിൽ, ഷാഹുൽ ഹമീദ്, KC രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. FITU ASCT സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലും തൃശൂരിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പണിമുടക്കിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ 50ഓളം വരുന്ന സംഘം അടിച്ചു തകർത്തു. പടിഞ്ഞാറ് നടയിലെ ഹോട്ടൽ സൗപർണികയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഹോട്ടലിന് മുന്നിലെ ചില്ലുവാതിലും ക്യാഷ് കൗണ്ടറുമാണ് തകർത്തത്. പ്രകടനം കഴിഞ്ഞെത്തിയ 50ഓളം വരുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജീവനക്കാർ പറഞ്ഞു. രാവിലെ ലോഡ്ജിലത്തെ കുറച്ച് ഭക്ഷണത്തിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. നമ്മളിതിന് മോഡൽ ലോഡ്ജ് അത് നേരത്തോടെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ പിന്നെ പുറത്തുനിന്ന് വന്നിട്ട് കഴിക്കാൻ വന്നു. പിന്നെ നമുക്ക് അവരോട് മാത്രം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന അപ്പോഴാണ് അവിടെ പ്രകടനം കണ്ടത്. പ്രകടനം കണ്ടപ്പോൾ കട അടക്കാൻ പറഞ്ഞു, കട അടപ്പിച്ചു. പക്ഷേ ഉള്ള ആൾക്കാർ ഇറങ്ങി പോവാണ്. ഇതിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നെ പെട്ടെന്നുള്ളതിൽ നമ്മൾ ഒന്ന് പകച്ച് പിന്നെ അമ്പലത്തിൻ്റെ അവിടെ സാധാരണ ഇങ്ങനെ ഉണ്ടാവാറ്. നമ്മളോട് മുൻകൂട്ടി വന്ന് പറഞ്ഞില്ല. സാധാരണ പറയാറുണ്ട്, പറയണ നമ്മളത് ഇതാകാറുണ്ട്. പക്ഷെ അമ്പലത്തിൻ്റെ അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടാവാറില്ല. ഹോട്ടലിനോട് ചേർന്ന് ലോഡ്ജ് പ്രവർത്തിക്കുന്നുണ്ട്. ലോഡ്ജിൽ താമസക്കാർക്കും ജീവനക്കാർക്കും വേണ്ടിയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. ഇതിനിടയിൽ വിശന്നു വലഞ്ഞെത്തിയ ഭക്തർക്കും ഭക്ഷണം നൽകി. ഈ സമയത്താണ് ആക്രമണം നടന്നത്. ആക്രമണം കണ്ട് ഭക്ഷണം കഴിച്ചിരുന്നവർ ഇറങ്ങിയോടി. ടെമ്പിൾ SHO OG അജയകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. പോലീസ് കാവലിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയെങ്കിലും ഉടമ തയ്യാറായില്ല. ബാക്കി വന്ന ഭക്ഷണം സേവാഭാരതിയുടെ സഹായത്തോടെ ക്ഷേത്രനടയിലെത്തിയ ഭക്തർക്ക് വിതരണം ചെയ്തു. ഹോട്ടലിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരെ പണിമുടക്ക് വലച്ചു. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകൾ നടത്തിയില്ല. മറ്റ് ഡിപ്പോകളിൽ നിന്നുള്ള ദീർഘദൂര ബസ്സുകൾ എത്തി തിരിച്ചുപോയി. രാവിലെയുള്ള സർവീസുകളിൽ വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓഫീസിൽ ജീവനക്കാർ കുറവായിരുന്നു. KSRTCയുടെ യാത്രാ ഫ്യൂവൽസ് പെട്രോൾ പമ്പ് തുറന്നു പ്രവർത്തിച്ചു. നിരത്തിലിറങ്ങിയ ടൂറിസ്റ്റ് വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. ക്ഷേത്രനടയിൽ തുറന്നു പ്രവർത്തിപ്പിച്ച ഹോട്ടൽ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ സമരക്കാർ അടപ്പിച്ചു. അടയ്ക്കാൻ വിസമ്മതിച്ച സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ സമരക്കാർ റോഡിലെറിഞ്ഞു. പടിഞ്ഞാറ് നടയിൽ ഇന്നർ റിംഗ് റോഡിൽ ഉള്ള ശാസ്ത സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിലെ വസ്ത്രങ്ങളാണ് റോഡിലേക്ക് എറിഞ്ഞത്. നടപ്പുരകളിലെ കടകളും തുറക്കാൻ അനുവദിച്ചില്ല. കാലങ്ങളായി ബന്ദ്, ഹർത്താൽ ദിവസങ്ങളിൽ പോലും ഈ കടകൾ അടപ്പിക്കാറുണ്ടായിരുന്നില്ല. ദേവസ്വത്തിന്റെ പാഞ്ചജന്യം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലും തുറന്നു പ്രവർത്തിച്ചില്ല. ഭക്ഷണം കിട്ടാതെ വലഞ്ഞ ഭക്തർക്ക് ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ട് അനുഗ്രഹമായി. സാധാരണ തയ്യാറാക്കുന്ന പ്രസാദ ഊട്ടിന്റെ ഇരട്ടിയാണ് തയ്യാറാക്കിയത്. 16 വിവാഹങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നടന്നു. 500ഓളം കുട്ടികൾക്ക് ചോറൂണ് നൽകി. ട്രെയിനിനെയാണ് ഭക്തർ കൂടുതലായി ആശ്രയിച്ചത്. പണിമുടക്ക് അനുകൂലികൾ നഗരത്തിൽ പ്രകടനം നടത്തി. കിഴക്കേ നടയിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പടിഞ്ഞാറ് നടയിൽ സമാപിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂരിൽ ക്ഷേത്രനടയിൽ മദ്യപിച്ചെത്തിയ സംഘത്തിന്റെ നേതൃത്വത്തിൽ കടകൾ അടപ്പിക്കാൻ ശ്രമം. സ്ഥലത്ത് സംഘർഷാവസ്ഥ. സുബൈർ വിവരങ്ങളുമായി ചേരുന്നു. സുബൈർ, ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണോ? ഈ മദ്യപിച്ചെത്തിയ സംഘം എന്ന് പറയുന്നത് സമരാനുകൂലികളാണോ അവർ? എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ സംഘർഷാവസ്ഥ അയവ് വന്നിരിക്കുകയാണ്. തീർച്ചയായും സമരാനുകൂലികൾ തന്നെയാണ് ഇപ്പോൾ മദ്യപിച്ച് കടകൾ അടപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നത്.
രാവിലെ പടിഞ്ഞാറൻ നടയിൽ തുറന്നു പ്രവർത്തിച്ച സൗവർണിക ആക്രമണം നടന്നിരുന്നു. അതുപോലെ തുറന്നു പ്രവർത്തിച്ച മറ്റു വ്യാപാര സ്ഥാപനങ്ങളും രാവിലെ സമരാനുകൂലികൾ ഭീഷണിപ്പെടുത്തി നിർബന്ധമായി അടപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ക്ഷേത്രനഗരിയിൽ ബന്ദിന്റെ പ്രതീതിയായിരുന്നു. പെട്ടിക്കട പോലും തുറന്നു പ്രവർത്തിക്കാൻ സമരാനുകൂലികൾ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് പച്ചവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഭക്തരുണ്ടായിരുന്നത്. കൈക്കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർ ഭക്ഷണം കിട്ടാതെ വലയുന്ന സ്ഥിതിയായിരുന്നു. ക്ഷേത്രത്തിൽ പ്രസാദത്താണ് ഭക്തർക്ക് അനുഗ്രഹമായത്. ക്ഷേത്രത്തിൽ രാവിലെ 3500ഓളം പേരാണ് പ്രഭാത ഭക്ഷണം കഴിച്ചത്. അതുപോലെ ഉച്ചയ്ക്കുള്ള പ്രസാദത്തിലും 10,000-ലധികം ഭക്തർ പങ്കെടുത്തു. പണിമുടക്ക് ദിവസമായിരുന്നിട്ടും ക്ഷേത്രത്തിൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് ക്ഷേത്രനടയിലെ ഹോട്ടൽ അടക്കമുള്ള ചില സ്ഥാപനങ്ങൾ വൈകിട്ട് 5 മണിയോടെ തുറന്നു പ്രവർത്തിച്ചത്. എന്നാൽ സമരാനുകൂലികൾ വീണ്ടും അടപ്പിക്കാനുള്ള ശ്രമമായി. 6 മണിയോടെ മദ്യപിച്ച് ബൈക്കിലെത്തിയ 4 പേർ അടങ്ങുന്ന സംഘമാണ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. കട അടപ്പിക്കാനുള്ള ശ്രമം ഭക്തർ ചെറുത്തോടെ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു. ഇതറിഞ്ഞ് ടെമ്പിൾ SI പ്രീത ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് 4 പേരെയും കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇവർ ചെറുത്തു നിന്നതോടെ വീണ്ടും സംഘർഷാവസ്ഥയായി. കൂടുതൽ പോലീസ് എത്തി ഇവരെ ബലം പ്രയോഗിച്ച് കഴിയുകയായിരുന്നു. ഇതോടെ 100ഓളം വരുന്ന ഭക്തർ സംഭവ സ്ഥലത്ത് തടിച്ചുകൂടി. ടെമ്പിൾ SO D അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ വീണ്ടും കൂടുതൽ പോലീസ് എത്തി. എന്നാൽ ഈ സമയം കൂടുതൽ പ്രവർത്തകരും എത്തുകയുണ്ടായത്. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടയക്കണം എന്ന പോലീസുമായി ഏറെ നേരം വാക്കുതർക്കമായി. പിന്നീട് പോലീസ് ഏറെ സംയമനം പാലിച്ച് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു. ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ക്ഷേത്രനടയിൽ പ്രകടനമോ പ്രതിഷേധമോ തുടങ്ങി മറ്റു കാര്യങ്ങൾ നടത്തുന്നതിന് ഹൈക്കോടതി നിരോധനം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹർത്താലുകളിലും തുടങ്ങിയ പണിമുടക്ക് തുടങ്ങിയ സന്ദർഭങ്ങളിൽ ക്ഷേത്രനടയിലെ കടകളെ ഒഴിവാക്കാനാണ് പതിവ്. എന്നാൽ ഹൈക്കോടതി വിധിയെല്ലാം ലംഘിച്ചാണ് സമരക്കാർ ഇത്തവണ പെരുമാറിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത 4 പ്രതികളിൽ 2 പേർ രാവിലെ സൗവർണിക ഹോട്ടലിന് നേരെ നടന്ന ആക്രമണ കേസിലെ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ക്ഷേത്രനടയിലെ സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിനെതിരെ ഹോട്ടൽ ഉടമകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേത്രനടയിൽ ഹൈക്കോടതി ഉത്തരവ് കർശനമായി നടപ്പാക്കും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ശരി, സുബേർ വിവരങ്ങൾ നൽകിയതിന്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ മദ്യപിച്ചെത്തിയ സമരാനുകൂലികൾ കടകൾ അടപ്പിക്കാൻ ശ്രമം നടത്തി. എന്തായാലും സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു. പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 4 പേരാണ് ഇത്തരത്തിൽ കടകൾ അടപ്പിക്കാൻ ശ്രമം നടത്തിയത്. രാവിലെയും ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പണിമുടക്കിനെ തുടർന്ന് തുറന്നു പ്രവർത്തിച്ചു എന്നാരോപിച്ച് ഹോട്ടൽ 50ഓളം വരുന്ന സംഘം അടിച്ച് തകർക്കുകയും പൂട്ടിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്ര നടയുടെ പരിസരത്തുള്ള കടകളൊക്കെയാണ് ഈ സമരാനുകൂലികൾ അടപ്പിച്ചത്. സാധാരണഗതിയിൽ അത്തരത്തിൽ കടകൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. ഹൈക്കോടതി വിധിയുണ്ട്. അപ്പോൾ ക്ഷേത്ര നടയിൽ പ്രവർത്തിക്കുന്ന നടയോട് അടുത്ത് പ്രവർത്തിക്കുന്ന കടകൾ ഇത്തരത്തിൽ പ്രകടനമോ ഹർത്താലോ പണിമുടക്കോ വരുമ്പോൾ അടയ്ക്കുക പതിവില്ല. എന്നാൽ ഇത്തവണയാണ് സമരാനുകൂലികൾ കടകൾ അടപ്പിക്കുകയും ഹോട്ടലിന് നേരെ അക്രമം അഴിച്ചുവിടുകയും ചെയ്തത്. എന്തായാലും മദ്യപിച്ചുകൊണ്ട് ഒരു സമര മുറയ്ക്കലുകൾ കടകൾ അടപ്പിക്കാനൊക്കെ സാധിക്കും. പക്ഷേ മറ്റുള്ളവരെ സാധാരണക്കാരെ വലയ്ക്കുന്ന തരത്തിലേക്ക് സമരം ഘടിപ്പിക്കുന്നത് ഏറെ വേദനാജനകം തന്നെയാണ്. എന്തായാലും സംഘർഷാവസ്ഥ നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് ആയി വന്നിരിക്കുകയാണ്. വിവരങ്ങളാണ് സുബൈർ നൽകിയത്. ഇല്ല, ഞങ്ങളാരും പോയിട്ടില്ല. പോകാത്ത ആൾക്കാരെ അതാണ് ഞങ്ങൾ കുഴപ്പം. ഞങ്ങൾ വരാത്ത ആൾക്കാരെ
പട്ടിക്കാട് പീച്ചി റോഡിൽ തുറന്ന് പ്രവർത്തിച്ച സൂപ്പർ മാർക്കറ്റ് സമരാനുകൂലികൾ അടപ്പിച്ചു. ജീവനക്കാരന് നേരെയും ദൃശ്യം പകർത്താനെത്തിയ CTV വാർത്താ സംഘത്തിന് നേരെയും കയ്യേറ്റ ശ്രമം നടന്നു. ക്യാമറയിലെ ദൃശ്യങ്ങൾ ബലം പ്രയോഗിച്ച് നശിപ്പിച്ചു. സമൃദ്ധി സൂപ്പർ മാർക്കറ്റിലാണ് സമരാനുകൂലികൾ അതിക്രമം നടത്തിയത്. പൊതുപണിമുടക്ക് ദിനം തുറന്ന് പ്രവർത്തിക്കുകയായിരുന്ന സ്ഥാപനം സമരക്കാർ ബലമായി അടപ്പിക്കുകയും സ്ഥാപനത്തിലെ ജീവനക്കാരനായ അജിത്തിനെ മർദ്ദിക്കുകയും സാധനങ്ങൾ തട്ടിമറിച്ചിടുകയും ചെയ്തു. CTV വാർത്താ സംഘത്തിലെ ജോസഫ്, മോൻസ് എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. സമരക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരൻ പീച്ചി പോലീസിൽ പരാതി നൽകി. പട്ടിക്കാട് പീച്ചി റോഡിൽ തുറന്ന് പ്രവർത്തിച്ച സൂപ്പർ മാർക്കറ്റ് സമരാനുകൂലികൾ അടപ്പിച്ച് ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. BJP മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. BJP പീച്ചി മണ്ഡലം ജനറൽ സെക്രട്ടറി ശിവരാജ്, ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുന്ദരരാജൻ, മാടക്കത്തറ പഞ്ചായത്ത് അംഗം MS ഷിനോജ്, വേണുജി, സലീഷ്, രാജേഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ 124 ഗ്രാം 680 മില്ലിഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ സ്വദേശി കറുപ്പം വീട്ടിൽ അൻസാറിനെയാണ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CJ റിൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തൈക്കാട് പള്ളി റോഡിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത്. പാന്റിന്റെ പോക്കറ്റിൽ നിന്നാണ് പ്രത്യേകം പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ചിരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിൽ നിന്ന് 2 ഡെപ്പികളിലായി സൂക്ഷിച്ച ഓയിലും പിടിച്ചെടുത്തു. ചെറിയ ഡെപ്പിയിൽ 1 ഗ്രാം വരുന്ന ഹാഷിഷ് ഓയിൽ നിറച്ച് 1500 രൂപയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു ഇയാളുടെ പതിവെന്ന് എക്സൈസ് പറഞ്ഞു. ഇതിനാവശ്യമായ 60ഓളം കാലി ഡെപ്പികളും സ്കൂട്ടറിൽ നിന്നും കണ്ടെടുത്തു. സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധന ശക്തമാക്കിയപ്പോഴാണ് അൻസാർ എന്ന യുവാവ് 124 ഗ്രാമോളം വരുന്ന ഹാഷിഷ് ഓയിലുമായിട്ട് പിടികൂടിയിട്ടുള്ളത്. ടിയാൻ മുമ്പും കുന്നംകുളം റേഞ്ച് ഓഫീസിൻ്റെ പരിധിയിലെ 1 കിലോയിലധികം കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതിയായിരുന്നു. ടിയാൻ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലെല്ലാം ലഹരി വിൽപ്പന വ്യാപകമായിട്ട് നടത്തി വരുന്നുണ്ടായിരുന്നു എന്ന് ടിയാനെ പിടിച്ചപ്പോൾ ടിയാൻ എന്നറിയാൻ സാധിച്ചു. ഇയാൾ നേരത്തെ 1.5 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായിരുന്നു. ഈ കേസിൽ 55 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് മയക്കുമരുന്ന് കേസിൽ വീണ്ടും പിടിയിലാകുന്നത്. തീരദേശ മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പ്രതിയെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. TCV ഗുരുവായൂർ. പാലേക്കര ടോൾ പിരിവിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമെങ്കിൽ എന്തിന് ജനങ്ങൾ ടോൾ നൽകണമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ടോൾ പിരിക്കുന്നവർക്ക് മികച്ച റോഡ് ഉറപ്പാക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി പറഞ്ഞു. പാലേക്കരയിലെ ടോൾ പിരിവ് നിർത്തലാക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. ടോൾ നൽകുന്ന യാത്രക്കാരുടെ സൗകര്യം പ്രധാനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തടസ്സം കൂടാതെ പാത ഉപയോഗിക്കാൻ കഴിയണം. ഗതാഗത യോഗ്യമല്ലെങ്കിൽ ടോൾ പിരിക്കുന്നതിൽ കാര്യമില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം പ്രശ്നപരിഹാരത്തിന് ഒരാഴ്ച കൂടി ദേശീയപാത അതോറിറ്റി സമയം തേടി. കേസ് വീണ്ടും ഈ മാസം 16-ന് പരിഗണിക്കും. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി കെ രാധാകൃഷ്ണൻ MP. വിഷയത്തിൽ ഇനിയും കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സമയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും MP അറിയിച്ചു. ജൂലൈ 16-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത്.
വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് നഗർ സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രൻ ഭാര്യ 60 വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത്. രവീന്ദ്രനും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത്. രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിൽ കയറി ലൈറ്റ് ഓണാക്കിയപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് കരുതുന്നത്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ രണ്ടും പുറത്താണ് വെച്ചിട്ടുള്ളത്. ഗ്യാസ് ലീക്കായി വീടിനകത്ത് മൊത്തം നിറഞ്ഞിരുന്നതായാണ് അനുമാനം. വീടിന്റെ മുൻവശത്തെ ഇരുമ്പ് വാതിലടക്കം തകർന്നിട്ടുണ്ട്. കാലം ചെയ്ത ഡോക്ടർ മാറപ്രേ മെത്രാപ്പോലീത്തായുടെ സംസ്കാര ചടങ്ങുകൾ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. രാവിലെ 7-ന് തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ ശുശ്രൂഷകൾ ആരംഭിക്കും. 11-ന് ഭൌതിക ശരീരം പ്രത്യേക വാഹനത്തിൽ അലങ്കരിച്ച് സ്വരാജ് റൌണ്ട് ചുറ്റി നഗരി കാണിക്കൽ നടത്തും. നഗരി കാണിക്കലിന് വൈദികർ, സഭാവിശ്വാസികൾ, തൃശൂർ പൌരാവലി തുടങ്ങിയവർ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ തിരിച്ചെത്തി സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ബഹുമതികളോടെ കുരുവിളയച്ചൻ പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തും. തുടർന്ന് 3-ന് അനുശോചന സമ്മേളനം ചേരും. ഭൌതിക ശരീരം നഗരി കാണിക്കുന്നതോടനുബന്ധിച്ച് സ്വരാജ് റൌണ്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മാർത്തമറിയം വലിയപള്ളി മീഡിയ സെന്ററിൽ തൃശൂർ പൌരാവലി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മേയർ എം കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ, യാക്കോബായ സഭാ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മോർ ക്ലിമീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി തുടങ്ങിയവരും പങ്കെടുത്തു. കാലം ചെയ്ത ഡോക്ടർ മാറപ്രേ മെത്രാപ്പോലീത്തയുടെ ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വിശ്വാസികളുടെ ഒഴുക്ക് തുടരുന്നു. മാർത്തമറിയം വലിയ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്ന് നിരവധി പേരാണ് എത്തുന്നത്. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വിവിധ സഭാ മേലധ്യക്ഷന്മാരായ സിറിൽ മാർ ബെസേലിയോസ്, മാർ ജോർജ് ആലഞ്ചേരി, കുര്യാക്കോസ് മോർ ക്ലിമിസ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ്, മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കബറടക്ക ചടങ്ങുകൾ വ്യാഴാഴ്ച രാവിലെ 9 മുതൽ TCVയിൽ തത്സമയം സംപ്രേക്ഷണം ചെയ്യും. ദൈവാനുഗ്രഹമുള്ള പിതാവാണ് മാറപ്രേ മെത്രാപ്പോലീത്തയെന്നും അദ്ദേഹത്തിന്റെ വേർപാട് അഗാധമായ ദുഃഖമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മാറപ്രേ മെത്രാപ്പോലീത്തയുടെ ഭൌതിക ശരീരത്തിൽ അന്ത്യോപചാരം അർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. വിവിധ ഭാഷകളിൽ, ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകളിൽ 72ഓളം പുസ്തകങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2-3 പുസ്തകങ്ങൾ 50-ലേറെ ഭാഷകളിൽ, ലോകഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോൾ ലോകം എല്ലായിടത്തും അറിയപ്പെടുന്നൊരു ഗ്രന്ഥകാരൻ കൂടിയായിരുന്നു. വളരെ നർമ്മത്തോടു കൂടി ജീവിതത്തെ നോക്കിക്കണ്ട ഒരാളായിരുന്നു. അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കുമ്പോൾ തന്നെ വളരെ സറ്റേറിക്കായി പൊതുസമൂഹത്തെ നോക്കിക്കാണുകയും ബിഷപ്പ് ജോക്സ് എന്നുള്ള പേരിലൊക്കെയുള്ള വളരെ രസകരമായ പുസ്തകങ്ങളെല്ലാം എഴുതി ശ്രദ്ധേയനായ ഒരാൾ കൂടിയാണ്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കാലം ചെയ്ത ഡോക്ടർ മാറപ്രേ മെത്രാപ്പോലീത്തയ്ക്ക് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ലളിത ജീവിതം നയിച്ച മഹാപണ്ഡിതനായിരുന്നു മാറപ്രേ തിരുമേനിയെന്നും സൗമ്യവും സ്നേഹപൂർണവുമായിരുന്നു എല്ലാവരോടുമുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റമെന്നും K. സുരേന്ദ്രൻ അനുസ്മരിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, കൌൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി, N. പ്രസാദ് എന്നിവരും K. സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു. കാലം ചെയ്ത ഡോക്ടർ മാറപ്രേ മെത്രാപ്പോലീത്തയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ റവന്യൂ മന്ത്രി K. രാജൻ എത്തിയത് ബുള്ളറ്റിൽ. പോലീസ് എസ്കോർട്ട് ഇല്ലാതെയാണ് ദേശീയ പണിമുടക്കിനെ തുടർന്ന് മന്ത്രി ബുള്ളറ്റിലെത്തിയത്. ആദരാഞ്ജലികൾ അർപ്പിച്ച് മാർത്തമറിയം വലിയപള്ളി മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് മന്ത്രി മടങ്ങിയത്. പീച്ചി ഡാമിൽ വീണ കരാർ ജീവനക്കാരനെ കാണാതായി. ഫ്ലോട്ടിംഗ് പമ്പിലെ അറ്റകുറ്റപ്പണി നടത്തുന്ന ആറ്റിങ്ങൽ സ്വദേശി അനിലിനെയാണ് കാണാതായത്. ഫ്ലോട്ടിംഗ് പമ്പിൽ കൂടി നടന്നു പോകുന്നതിനിടെ ഫിക്സ് വന്ന് ഡാമിലേക്ക് വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയാണ്. അപകട വിവരമറിഞ്ഞ് മന്ത്രി K. രാജൻ സ്ഥലത്തെത്തി.
കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കി. പരീക്ഷയുടെ പ്രോസ്പെക്ട്സ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജസ്റ്റിസ് DK സിംഗിന്റേതാണ് ഉത്തരവ്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയുടെ റാങ്ക് നിർണ്ണയ രീതി CBSE സിലബസ് വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടുന്ന ഹർജിയിലാണ് വിധി. പ്രവേശന നടപടി തുടങ്ങാനിരിക്കെയാണ് സർക്കാരിന് ഇത്തരത്തിലൊരു തിരിച്ചടി. നടപടിയിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ചീരക്കുണ്ട് സ്വദേശി സോമന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. 2 മണിക്കൂറോളം തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാന പകുതി മൂപ്പായതും കുല വെട്ടാറായതുമായ നിരവധി വാഴകൾ നശിപ്പിച്ചു. പ്രദേശത്ത് വൈദ്യുതി വേലിയുണ്ടെങ്കിലും അത് മറികടന്നാണ് കാട്ടാന എത്തിയതെന്ന് പറയുന്നു. ഏതാനും നാളുകൾക്ക് ശേഷം വീണ്ടും കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കൊടുങ്ങല്ലൂർ പാളയം തുരുത്തിൽ വിദ്യാർത്ഥിയെ തെരുവ് നായ ആക്രമിച്ചു. കുറ്റനിക്കാട്ട് രാജേഷിന്റെ മകൻ ജിതിൻ രാജിനെയാണ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചത്. പുറത്തുപോയി വരികയായിരുന്ന ജിതിൻ രാജിനെ വീട്ടുമുറ്റത്ത് വെച്ചാണ് നായ ആക്രമിച്ചത്. വീട്ടിൽ പോയിട്ട് തിരിച്ചെന്നെ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് കറുത്ത പട്ടിയടക്കം ഉണ്ടായിരുന്നു. ഞാൻ കണ്ട പെട്ടെന്ന് ഞെട്ടി. എന്നിട്ട് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിന്ന് പോയി. അപ്പം അതൊന്ന് ഓടി കൊണ്ടിട്ട് കാലും ഒറ്റപ്പഴിയിട്ട് എനിക്ക് അനങ്ങാനൊന്നും പറ്റിയില്ല. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ തെരുവ് നായശല്യം രൂക്ഷം. പലപ്പോഴും രോഗികളുടെ നേരെ തെരുവ് നായ്ക്കൾ കുരച്ചുകൊണ്ട് പാഞ്ഞെടുക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. OP ടിക്കറ്റ് കൊടുക്കുന്നിടത്തും മുൻവശത്തുമായാണ് തെരുവ് നായ്ക്കൾ തമ്പടിക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയിൽ തെരുവ് നായ്ക്കളുടെ കടിയേൽക്കാതെ കഷ്ടിച്ചാണ് ആളുകൾ രക്ഷപ്പെടുന്നത്. ആശുപത്രിയിലെ തെരുവ് നായശല്യം പരിഹരിക്കാൻ അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശീയ പണിമുടക്ക് ദിനത്തിൽ റോഡിലെ കുഴികൾ അടച്ച് പൊതുമരാമത്ത് വകുപ്പിലെ തൊഴിലാളികൾ. തൃശൂർ നടത്തറ റോഡിൽ മൂസ്പെറ്റ് ജംഗ്ഷനിലെ കുഴികളാണ് പണിമുടക്ക് ദിവസം അടച്ചത്. ഏറെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഇവിടെ പണിമുടക്ക് ദിവസം വാഹനത്തിരക്ക് കുറവായതിനാലാണ് ഡിവിഷൻ കൌൺസിലർ മേഴ്സി അജിയുടെ നേതൃത്വത്തിൽ കുഴിയടക്കൽ നടത്തിയത്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടക്കുമ്പോഴാണ് ഒരു കൂട്ടം തൊഴിലാളികൾ കർമ്മനിരതരായി പൊതുജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ഇറങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. ഭാരവാഹനങ്ങൾ കൂടുതലായി കടന്നുപോകുന്ന ഇന്തോൾ പുഴയ്ക്കൽ റോഡിലെ കുഴികളിൽ ജലാംശം നീക്കം ചെയ്യാതെയാണ് ടാറും മെറ്റലും ഇട്ട കുഴികൾ അടയ്ക്കുന്നതെന്ന് ആക്ഷേപം. ഇത്തരത്തിൽ കുഴികൾ അടച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മെറ്റൽ ഇളകിപ്പോയി വീണ്ടും കുഴികൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ ചൂണ്ടിക്കാട്ടി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിൽ അഴിമതിയെന്ന് കോൺഗ്രസ്. ആശുപത്രിയിലെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് വാർഡ് തുറന്നു നൽകാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പോൾസൺ തെക്കുംപീടിക, അംഗങ്ങളായ സതി സുധീർ, മിനി ഡെന്നി എന്നിവരാണ് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണത് സന്ദർശിക്കാനെത്തിയത്. സൂപ്രണ്ടുമായി സംസാരിച്ച നേതാക്കളോട് ആദ്യം വാർഡ് തുറന്നു നൽകാമെന്ന് പറഞ്ഞ സൂപ്രണ്ട് പിന്നീട് താക്കോലില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് തുറന്നു കാണണമെന്ന് മെമ്പർമാർ ആവശ്യപ്പെട്ടെങ്കിലും സൂപ്രണ്ട് ഇത് അംഗീകരിച്ചില്ല. തുടർന്ന് മെമ്പർമാരും കോൺഗ്രസ് പ്രവർത്തകരും വാർഡിന് മുൻപിൽ പ്രതിഷേധിച്ചു. 1.25 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് തുറന്നു നൽകാത്തത് നിർമ്മാണത്തിലെ അഴിമതികൾ പുറത്തറിയാതിരിക്കാനാണെന്ന് പോൾസൺ തെക്കുംപീടിക പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ഐസൊലേഷൻ വാർഡ് അതിന്റെ ഉദ്ഘാടനം കുറച്ച് നാളുകൾക്ക് മുമ്പ് മുഖ്യമന്ത്രി നിർവഹിച്ചതാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ സീലിംഗ് മുഴുവൻ നൽകിയിരിക്കുക. വളരെ വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോൾ ആശുപത്രി അധികൃതർ ഇതുമായിട്ട് സഹകരിച്ചില്ല. കാരണം എന്താണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് കാണിച്ചു തരുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം നിർമ്മാണം നടത്തുന്നത് കോൺട്രാക്ടർമാരാണ്. അപ്പോൾ അവർക്കത് തുറന്നു തരുന്നുണ്ട് യാതൊരു വിരോധമില്ല. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനേക്കാളും കുഴപ്പങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ടെമ്പററി കെട്ടിടം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിലെത്തിയതോടെ പ്രതിഷേധം ശക്തമാകുമെന്നറിഞ്ഞ സൂപ്രണ്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. പുതുക്കാട് SHO മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിൽ പുതുക്കാട് വരന്തരപ്പള്ളി സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് എത്തി ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചു. തുടർന്ന് പോലീസ് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരം നടത്തുമെന്നും കോൺഗ്രസ് അറിയിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K. ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്.
അപകട ഭീതി നിറച്ച കീഴ്പുള്ളിക്കരയിലെ ജലസംഭരണി. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ കുടിവെള്ള സംഭരണിയാണ് തകർച്ചാ ഭീഷണി ഉയർത്തുന്നത്. കിഴുപ്പുള്ളിക്കര അഴിമാവ് റോഡിൽ നളന്ദ സ്കൂളിന് തെക്കുവശത്തുള്ള വളവിനോട് ചേർന്നുള്ള കുടിവെള്ള സംഭരണിയാണ് ഏതു സമയവും തകരുമെന്ന അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. ഏകദേശം 70 വർഷത്തോളം പഴക്കമുണ്ട് ഈ കുടിവെള്ള സംഭരണിക്കും അനുബന്ധമായുള്ള കിണറിനും. കിഴുപ്പള്ളിക്കര അഴിമാവ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചത്. ഇപ്പോൾ 25 വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കൂറ്റൻ ജലസംഭരണിയുടെ കാലുകളും ടാങ്കിൻ്റെ അടിഭാഗവും ദ്രവിച്ച് ഏതു സമയത്തും നിലംപൊത്താവുന്ന നിലയിലാണ്. മഴക്കാലത്ത് ഇതിൽ കെട്ടിനിൽക്കുന്ന വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. റോഡിനോട് ചേർന്ന് 3 മീറ്റർ അകലത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ടാങ്ക് തകർന്നാൽ വൻ ദുരന്തമാണ് ഉണ്ടാവുക. സ്കൂളുകളിലേക്കും RTO ഗ്രൗണ്ടിലേക്കും അടക്കം നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ പോകുന്ന റോഡിനോട് ചേർന്നുള്ള ഈ ടാങ്ക് അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് കിഴുപ്പള്ളിക്കര ആന്ധ്രപ്പോവ് സോക്കേഴ്സ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അവസ്ഥയിലാണ് ഈ വാട്ടർ ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്നത്. നിരവധി വാഹനങ്ങളൊക്കെ പോണ വഴിയിൽ കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഈ വഴി സഞ്ചരിക്കുന്നത്. അപ്പോൾ എത്ര വേഗം പൊളിച്ചു മാറാൻ നമ്മൾ ആവശ്യമാണ്. അഴിമാവ് പാലം വന്നതോടെ വാഹനബാഹുല്യവും ഏറെയാണ് ഇവിടെ. വളവിനോട് ചേർന്ന് വരുന്നതിനാലും ബസ് സ്റ്റോപ്പ് തൊട്ടടുത്തായതിനാലും അപകട സാധ്യത ഏറെയാണ്. കാട് കയറി ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്ന കടുത്ത വേനലിലും വറ്റാത്ത ടാങ്കിനോട് ചേർന്നുള്ള കിണർ ശുദ്ധീകരിച്ച് വേനൽക്കാലത്ത് കുടിവെള്ള വിതരണത്തിനായി ഉപയോഗിക്കണമെന്നും ആന്ധ്രപ്പോവ് സോക്കേഴ്സ് ഭാരവാഹികളായ TV ദീപു, കാസ്ട്രോ സുധീർ, സ്വാലിഹ് ഹബീബുള്ള എന്നിവർ ആവശ്യപ്പെട്ടു. ഈ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. യാത്രക്കാരും അതുപോലെ റോഡിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉപയോഗശൂന്യമായി വാട്ടർ ടാങ്ക് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം വേണമെന്ന് ഞങ്ങൾ ആന്ധ്രപ്പോവ് സോക്കേഴ്സ് ആവശ്യപ്പെടുന്നു. TCV തൃപ്രയാർ. ഒരു കാലഘട്ടത്തിൽ നാടകവേദിയിലെ തിരക്കേറിയ കലാകാരനായിരുന്നു കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി. ഇപ്പോൾ ആരവമൊഴിഞ്ഞ വേദി കണക്കെ ജീവിത സായാഹ്നത്തിൽ ഓർമ്മകളുടെ തിരശ്ശീലയിൽ കണ്ണുനട്ടിരിക്കുകയാണ് ഈ കലാകാരൻ. രചന, സംവിധാനം, രംഗപടം, അഭിനയം, ഗാനരചന എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി 1964 സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത്. 1973 മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി 1979 സ്വയം പ്രഭ എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് രൂപീകരിച്ചു. അദ്വാന്തം എന്ന സ്വന്തം നാടകത്തിൽ ജഗന്നാഥവർമ്മ, PN ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാരെ താരങ്ങളാക്കി കൃഷ്ണൻകുട്ടി. ഏകദേശം 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് സേവ്യർ പുൽപ്പാട്ട്, കഴിമ്പ്രം വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി. നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് 2020 കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചു. ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായി. കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ മറന്നുപോയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സമ്പത്ത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കലാജീവിതത്തിൽ നല്ല നാളുകളും നിരവധി ശിഷ്യരെയും സമ്പാദിച്ചുവെന്ന അഭിമാനം കാത്തു സൂക്ഷിക്കുകയാണ് ഇന്നും. ശരിക്കും 3500-ലേറെ അഭിനയിക്കൽ മാത്രം സംവിധാനം ഒരു 10-80ഓളം സംബന്ധിച്ചിടത്തോളം അത് ഈ ട്രൂപ്പിൽ പോണ കാരണം അധികം ചെയ്യാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ ഒരു മടുപ്പ് വന്നു രണ്ടോടം ചെയ്യുമ്പോൾ. കാരണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ സംഖ്യ കിട്ടുന്നില്ല. എല്ലാവരും നമ്മളിട്ട് വെച്ചു. ശരിക്കും പറഞ്ഞാൽ 3 സെൻറ്റ് ഭൂമി എടുക്കാനുള്ള കാശ് എല്ലാവരും കൂടി എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ. അപ്പോൾ ഒന്നും നേടിയില്ല എന്നുള്ളൊരു മനോവിഷമം സ്വയം ഉണ്ട്. കലയുടെ രൂപം മാറിയ പുതിയ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കലാകാരന്മാർ വെറും ഫ്ലാഷ് ബാക്ക് കഥാപാത്രമാണ്. എങ്കിലും ജീവിത സായാഹ്നത്തിൽ തൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ ഇന്നലകളുടെ വേദികളെ അനശ്വരമാക്കിയ ഓർമ്മകളുമായി ഈ കലാകാരൻ മനസ്സിലെ വേദിയിൽ പല വേഷങ്ങൾ അണിഞ്ഞഭിനയിക്കുകയാണ് ഇന്നും. TCV കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ഹർത്താലായി മാറി. പണിമുടക്കിൽ വലഞ്ഞ ജനം. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി. KSRTCയിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കി.
പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ തുറന്ന് പ്രവർത്തിച്ച ഹോട്ടൽ അടിച്ചു തകർത്തു. പടിഞ്ഞാറേ നടയിലെ വസ്ത്രസ്ഥാപനത്തിലെ സാധനങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. പട്ടിക്കാട് സമരാനുകൂലികൾ സൂപ്പർ മാർക്കറ്റ് അടപ്പിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം. ഗുരുവായൂർ തൈക്കാട് ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി സ്വദേശി അൻസാറാണ് അറസ്റ്റിലായത്. പാലിയക്കര ടോൾ പിരിവിനെതിരെ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ടോൾ പിരിവ് നിർത്തലാക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തയച്ച് കെ രാധാകൃഷ്ണൻ MP. കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സമയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത്. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ച പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ സ്വദേശിനി ജയശ്രീയാണ് മരിച്ചത്. കാലം ചെയ്ത ഡോക്ടർമാർ എഫ്രേം മിത്രാപൊലീത്തയുടെ കബറടക്കം നാളെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കബറടക്കം ഉച്ചയ്ക്ക് 1-ന് മാർത്തമറിയം പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിൽ. കബറടക്ക ചടങ്ങുകൾ GCV തത്സമയം സംരക്ഷണം ചെയ്യും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.